ഹായ്. അപ്പോൾ ഞാൻ ശ്രുതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് 6 കൊല്ലത്തോളമായി. പക്ഷേ 6 കൊല്ലത്തോളമായി നമ്മുടെ ഈ ഒരു ഫാമിലി അത് വലുത് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ. വീഡിയോ എടുത്ത് എല്ലാ കാര്യവും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അത് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അത് പോസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ജീവിതത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്ട്രെസ്സ് കൂടും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടിയാലും നമുക്കതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എത്ര ആൾക്കാരുണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്തോറും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഇങ്ങനത്തുള്ള ആഗ്രഹങ്ങൾ വീടെടുക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ്സ് കൂടുക, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ എനിക്ക് പോകും. പിന്നെ നമുക്ക് ഒരു ഡൗട്ട്, നമ്മൾ ചെയ്താൽ ശരിയാവുമോ, നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ഓരോരോ ചിന്തകളായിരിക്കും. നമ്മൾ ഇങ്ങനെ ആയിരിക്കണമാർന്നാണ് അത് അങ്ങനെ ആവുന്നത്. എത്ര വലിയ തെറ്റുകൾ ആരൊക്കെ ചെയ്താലും നമ്മളെ തന്നെ ഒരു കൈ ചൂണ്ടുന്ന ഒരു ടൈം വരും. കാരണം ഇത് നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തെറ്റുകാരനാണോ? അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നും, ഇഷ്ടമില്ലായ്മ തോന്നും. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. മെൻ്റലി സ്ട്രെസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിലൂടെയാണ് ഞാൻ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഒരു മടുപ്പായിരുന്നു. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നിയത്. കാരണം എനിക്ക് ഞാൻ എഫേർട്ട് ഇടണം, എനിക്ക് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് എനിക്കിങ്ങനെ ഓരോ തോന്നലുകൾ വന്നു തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ഓക്കെ ആകുമ്പോഴത്തേനും എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു തുടങ്ങും. ഒരു സെൽഫ് ലവ് ഒക്കെ എനിക്കിങ്ങനെ വന്നു തുടങ്ങുമ്പോഴത്തേനും പിന്നെ എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരും. പിന്നെയും ഞാൻ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ എനിക്കിപ്പം മനസ്സിലായി എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളെ തേടിക്കൊണ്ട് വരും. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ അതിന് മാത്രമാണ് ടൈം. അപ്പോൾ വേണ്ട രീതിക്ക് നമ്മൾ വേണം ഡിസിഷൻ എടുക്കാൻ. എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് നമ്മൾ വേണം ഡിസിഷൻ എടുക്കാൻ. എൻ്റെ ജീവിതം എനിക്ക് എപ്പോഴാണ് ശരിയായെന്ന് തോന്നിയെന്ന് വെച്ചാൽ അത് തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയപ്പോഴാണ്. എന്ത് തീരുമാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതം എനിക്ക് അത്യാവശ്യം മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. കാരണം എനിക്ക് തീരുമാനങ്ങൾ പണ്ടുണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവർക്ക് എന്തായാലും നോ പറഞ്ഞാൽ അവർക്ക് സങ്കടമാവുമോ എന്നാണ്, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് സങ്കടമാവുമോ, അങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ സങ്കടമാവുമോ, അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഓരോന്നും ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നാൽ ലൈഫ് നമ്മളാരും ഇവിടെ കറക്റ്റ് ഒരു 100 കൊല്ലം ആരും ജീവിക്കാൻ പോകില്ല. നമ്മളിങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരുന്നാൽ ഒന്നും എനിക്ക് കിട്ടാൻ പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ തന്നെ തീരുമാനങ്ങൾ എൻ്റെ ലൈഫിൽ എടുത്തു തുടങ്ങിയപ്പോഴാണ് സത്യം എന്താണെന്ന് മനസ്സിലായത്. കാരണം ഓരോ പ്രശ്നങ്ങൾ വരുന്തോറും നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. ആ ഒരു പോയിൻ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 കൊല്ലം വെച്ചാൽ ഏകദേശം ഒരു 8 കൊല്ലമായി എൻ്റെ പ്രശ്നങ്ങൾക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2-3 കൊല്ലമായിട്ട് എനിക്ക് ജീവിതത്തിൽ ഭയങ്കര നഷ്ടങ്ങളുണ്ടായി. നഷ്ടങ്ങളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ അച്ഛനാണ് ഏറ്റവും വലിയൊരു നഷ്ടം. അതിനുശേഷം അച്ഛൻ പോയി ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു ഓപ്പറേഷൻ ആയി. ആ സമയത്തൊക്കെയാണ് മക്കളെ ജീവിതം ശരിക്കും നോക്കിക്കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ തീരുമാനമെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളത്. കാരണം ആർക്കൊക്കെ വേണ്ടി നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തോ, പക്ഷെ അവരാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അവരുടെ മനസ്സ് കാരണം ഒരുപാട് നല്ല നല്ല മനസ്സുകൾ നമുക്കുണ്ടായിരുന്നു. അവരോടൊക്കെ എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക്
കുറേ പേര് കുറേ നല്ല മനുഷ്യർ നമ്മളെ സമയത്ത് കണ്ടു. കാരണം എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് എൻ്റെ അനിയത്തിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. അവൾക്ക് ബേബി അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴായിരുന്നു അവൾക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ഇങ്ങനെ സംഭവിച്ചത്. അതിന് ശേഷമാണ് എൻ്റെ ഓപ്പറേഷൻ, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു വർഷം ഈ 2 വർഷം ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു 2 മാസത്തിനുള്ളിലാണ് ഇത്രയും കാര്യം ഒരുമിച്ച് ഫാമിലി നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക പ്രശ്നം, ആ ഒരു വർഷം ഞങ്ങൾ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് ഈ ലോകം വിട്ട് പോയാലോ എന്നൊക്കെ തോന്നിയിട്ടെന്ന് വെച്ചാൽ ഒരു 10,000 പ്രാവശ്യം അല്ലെങ്കിൽ 20,000 പ്രാവശ്യം നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ ഘട്ടം കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത്. പക്ഷെ ആ സമയത്തും എനിക്കൊരു കോൺഫിഡൻസ് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ദ്രോഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം വേണ്ടെന്ന് വെച്ചാൽ അതിലും വലിയ അവർ നമ്മളോട് ചെയ്യണക്കാളും വലിയ ദ്രോഹമായിരിക്കും നമ്മുടെ പാരൻസിനോടും കുട്ടികളോടും ചെയ്യേണ്ടത്. എന്നെ കരയിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മരിക്കില്ല, ഞാൻ ഈ ലോകത്ത് ദൈവം വിളിക്കുന്നിടത്തോളം ഞാൻ ജീവിക്കും എന്ന ഒരു ചിന്ത ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒട്ടനവധി പേര് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണമായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ ലോകം വിട്ടു പോയാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ചിലർ വിചാരിക്കുന്നുണ്ടാവും എന്നെ ആർക്കും ഇഷ്ടമല്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ആ ഒരു അവസ്ഥയിൽ കൂടെ വന്നത് കാരണമാണ് ഞാനീ പറയണം. നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നു അതിൽ നോക്കി ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മതി. അപ്പം തന്നെ നമ്മൾ ആരെയും വിശ്വസിക്കേണ്ട. നമുക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. അപ്പം തന്നെ നമുക്ക് ഈ ഭൂമിയിലേക്ക് ജീവിക്കാനുള്ള ഓരോ മാർഗ്ഗം നമുക്ക് ഈ നേച്ചർ കാണിച്ചു തരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സമയങ്ങളിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3-4 കൊല്ലമായി. നമ്മുടെ ബൂവ് എന്നുള്ളൊരു ബ്രാൻഡ്, അതിനകത്ത് ഫുൾ സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിലും കുറേ തെറ്റുകളൊക്കെ പറ്റി. പക്ഷെ അതിൽ ഞാൻ അത് ശരിയാക്കിക്കൊണ്ട് അതിന് മുമ്പോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അതിനുശേഷം ഞാനിത് പതുക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അഗ്നി ജ്വൽസ് എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറി ബ്രാൻഡും കൂടെ തുടങ്ങി. ഇപ്പം ഞാൻ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക്. ഞാനിപ്പോൾ എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്നില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത എല്ലാം എന്നെ ഒന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴാണല്ലോ ഈ തെറ്റൊക്കെ പറ്റുന്നത്. അങ്ങനെ ഞാനിപ്പോൾ എന്നെ തന്നെ കുഴപ്പമില്ല, ഇത് ശരിയാവും അങ്ങനെ പതുക്കെ ഞാൻ എൻ്റെ മൈൻഡ് ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയത് എനിക്ക് എന്ത് കണ്ടാൽ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കും. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നി എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് വീഡിയോ എടുക്കൽ. അപ്പോൾ അതും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ വീഡിയോ ഇനി കറക്റ്റായിട്ട് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇടാമെന്ന് കരുതുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ തരുന്നത് എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി, എൻ്റെ സിസ്റ്റേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ കുറേ ഫാമിലി മെമ്പേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു സ്ട്രെങ്ത് എനിക്ക് തരുന്നത് കേട്ടോ. കൂടുതൽ എൻ്റെ കുട്ടികൾ, കാരണം അവരുടെ ഓരോ കാര്യങ്ങളും പറയും. അമ്മ ഭയങ്കര എന്ന് വെച്ചാൽ അവർ ഭയങ്കര എൻ്റെ ഒരു കുഞ്ഞിക്കാര്യത്തിൽ വരെ എന്നെ ഭയങ്കരമായിട്ട് അമ്മ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അമ്മ അങ്ങനെ ചെയ്യും, അമ്മ ഇങ്ങനെ ചെയ്യും, അമ്മ അങ്ങനെ ചെയ്ത് ശരിയാവും. അപ്പോൾ അങ്ങനെ ഭയങ്കര കുഞ്ഞിപ്പിള്ളേരെ എനിക്കുള്ളത്. പക്ഷേ എന്നാൽ പോലും അവർ ചെറിയ കാര്യങ്ങൾക്ക് വരെ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ ചെയ്യണത് ഇപ്പോൾ സൂപ്പറാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെയും എനിക്കങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു റീസ്റ്റാർട്ടാണ്. പക്ഷേ അതിലുപരി ഞാൻ ന്യൂ ബിഗിനിങ് ആണിത്. എന്നുവെച്ചാൽ പുതിയതായിട്ട് ഒരു പുതിയ ഞാനായിട്ട് എന്നെ ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നമ്മൾ വീഡിയോ എല്ലാ ദിവസവും ഇടാം ആ ഒരു ഐഡിയയിലേക്ക് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.